അജ്മീർ ദർഗ കേസിൽ നടപടികൾ സ്റ്റേ ചെയ്യണം എന്ന ഹർജി സുപ്രീം കോടതി തള്ളി. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ദർഗയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ച അജ്മീർ കോടതിയുടെ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, അജ്മീറിൽ നടത്തിയ ദർഗ പരിശോധനാ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം സുപ്രീം കോടതി തള്ളുകയാണ്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, രാജസ്ഥാനിലെ അജ്മീർ ദർഗ ഇത് ദർഗയല്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആരാധനാലയമല്ല, മറിച്ച് ഒരു പുരാതന ശിവക്ഷേത്രമായിരുന്നു. വൈദേശിക ആക്രമണത്തിലായിരുന്നു ഇത് തകർത്തത്. പിന്നീട് ഇത് ദർഗയാക്കുകയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അജ്മീർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയിന്മേൽ തുടർ പരിശോധനയ്ക്കും മറ്റും അജ്മീർ കോടതി അനുവാദം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക സർവേയും ഇതിനോടകം തന്നെ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കാണ് അജ്മീർ കോടതി കടന്നിരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് അജ്മീർ ദർഗയിലെ പരമ്പരാഗതമായി അവിടെ പൂജയും മറ്റും, അല്ലെങ്കിൽ അവിടെ ആരാധന നടത്തി വരുന്ന മുസ്ലിങ്ങളിലെ സൂഫി വിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇവർ നൽകിയ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ അജ്മീർ കോടതിയുടെ നടപടികൾ സ്റ്റേ ചെയ്യണം, അതായത് ഈ തുടർ പരിശോധനകൾക്ക് അനുവാദം നൽകിക്കൊണ്ട് അജ്മീർ കോടതി നൽകിയ ഉത്തരവ് മരവിപ്പിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനമായും ഈ സുപ്രീം കോടതിയിലെ ഹർജിയിലെ ആവശ്യം. എന്നാൽ ഈ ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു. അതായത് ഇതിൽ പ്രധാനമായും ഈ ഹർജിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ആൾക്കാരെയും ഒപ്പം തന്നെ ഈ പരാതി നൽകിയ വ്യക്തിയെയും ഒന്നും തന്നെ ഇതിൽ പ്രതിപാദിച്ചിട്ടില്ല എന്ന് തുടങ്ങിയ സാങ്കേതിക കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. അതായത് അജ്മീർ കോടതിക്ക് അല്ലെങ്കിൽ അജ്മീർ കോടതി നൽകിയ ഈ ഉത്തരവുമായി ഇപ്പോൾ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇതുകൂടെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും അജ്മീർ ദർഗ കേസിൽ നടപടികൾ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളുകയാണ്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.